നമസ്കാരം ഫ്രണ്ട്സ്. ഇന്ന് ഞാൻ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു ഡ്രിങ്കുമായിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്ക് ചൂട് കൂടിക്കൊണ്ടിരിക്കുക അല്ലേ? ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ് വരെയും നല്ല ചൂടാണ് നമ്മുടെ കേരളത്തിൽ. അപ്പം ഞങ്ങളുടെ വീട്ടിൽ എപ്പോഴും എൻ്റെ ഹസ്ബൻഡിനും പിള്ളേർക്കും ഒക്കെ വളരെ എളുപ്പത്തിൽ അവർ എപ്പോഴും ചോദിക്കുന്നൊരു ഡ്രിങ്കാണ് സംഭാരം. അപ്പോൾ നമ്മുടെ ശരീരത്തെ തണുപ്പിക്കാനും ഒക്കെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്നതാണ്. നല്ല ഗുണങ്ങളുമാണ്, ഇമ്മ്യൂണിറ്റിയൊക്കെ കൂടും. അങ്ങനെ തൈരിൻ്റെ ഒരുപാട് ഗുണങ്ങളും ഉണ്ടല്ലോ. അപ്പം ഞാൻ വിചാരിച്ചു ഞങ്ങളുടെ വീട്ടിലുണ്ടാക്കുന്ന സംഭാരം നിങ്ങളെല്ലാം ഒന്ന് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചു. സംഭാരം ഉണ്ടാക്കാനായിട്ട് ഞാൻ മിക്സ് ചെയ്യാനായിട്ടൊരു ബൗള് എടുത്തു വെച്ചിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മളിത് മിക്സ് ചെയ്യാനായിട്ടൊരു വലിയ ബൗള് എടുക്കുക. പിന്നെ 2 കപ്പ് തൈരാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അധികം പുളിയില്ലാത്ത തൈര് നിങ്ങൾക്ക് വാങ്ങിക്കുന്നതാകാം, അല്ലെങ്കിൽ വീട്ടിൽ ഉണ്ടാക്കുന്നതാവാം, ഏതായാലും കുഴപ്പമില്ല. 2 കപ്പ് തൈരാണ് നമുക്ക് വേണ്ടിയത്. പിന്നെ ഉപ്പ് വേണം, കറിവേപ്പില, ഇഞ്ചി, ഒരു അത്യാവശ്യം ഒരു വലിപ്പമുള്ള കഷ്ണം തന്നെ ഇഞ്ചി വേണം. പിന്നെ പച്ചമുളക്, എരിവിനനുസരിച്ചുള്ള പച്ചമുളക് ഇടുക. ഒരുപാട് എരിവ് വേണ്ട. ഈ പച്ചമുളകിന് അല്പം എരിവ് കുറവാണ്, അതുകൊണ്ടാണ് ഞാൻ 3 പച്ചമുളക് എടുത്തത്. നിങ്ങളുടെ കയ്യിലുള്ള പച്ചമുളകിൻ്റെ എരിവനുസരിച്ച് നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുക. 2 ഗ്ലാസ് വെള്ളവും എടുത്തിട്ടുണ്ട്. സ്റ്റീൽ ഗ്ലാസ്സിൽ 2 ഗ്ലാസ് വെള്ളം. അപ്പം നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഗ്രൈൻഡ് ചെയ്യാനായിട്ട് മിക്സിയിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 2 കപ്പ് തൈര് ഒഴിച്ചു കൊടുക്കാം. എടുത്തു വെച്ചിരിക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും ഇട്ടിട്ട് നമുക്കിതൊന്ന് ഗ്രൈൻഡ് ചെയ്തിട്ട് വരണം. അപ്പം ഇഞ്ചി, പച്ചമുളക് ഇതേപടി തന്നെ ഇടാം, ഇല്ലെങ്കിൽ നമുക്കത് കട്ട് ചെയ്തിട്ടാണെങ്കിൽ ഇട്ട് കൊടുക്കാം. ഇഞ്ചി, അതേപോലെ കറിവേപ്പില, ഇതെല്ലാം കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായി ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. ഞാനിത് ഗ്രൈൻഡ് ചെയ്ത് എടുത്തിട്ടുണ്ട്. നന്നായി അരഞ്ഞു വന്നിട്ടുണ്ട്. നമുക്ക് വേണ്ട പരുവത്തിന് കിട്ടിയിട്ടുണ്ട്. ഞാനിതിൽ ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല. ഉപ്പ് നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ബാക്കിയെല്ലാം കറിവേപ്പിലയും ഇഞ്ചിയും അതേപോലെ പച്ചമുളകും തൈരും എല്ലാം കൂടെ ഞാൻ നന്നായിട്ട് അടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവ് ചെയ്യേണ്ട ഇതാണ്. നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന വെള്ളത്തിൽ നിങ്ങളുടെ ആവശ്യത്തിനുള്ള കട്ടി അനുസരിച്ച് വെള്ളം ചേർത്ത് നമുക്കിതൊന്ന് നന്നായിട്ട് ലൂസാക്കി എടുക്കാവുന്നതാണ്. ഞാനിപ്പം എടുത്തു വെച്ചിരിക്കുന്ന വെള്ളത്തിൻ്റെ പകുതി ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ആവശ്യമുണ്ടെങ്കിൽ ഞാനിപ്പോൾ 2 ഗ്ലാസ് വെള്ളമാണ് എടുത്തത്, അതിൻ്റെ പകുതി, അപ്പോൾ 1 ഗ്ലാസ് വെള്ളമാണ് ഞാൻ ഒഴിച്ചിരിക്കുന്നത്. അധികം കട്ടിയില്ലാത്ത തൈരാണ്. ആവശ്യത്തിന് ഉപ്പ്, നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. എൻ്റെ ആവശ്യത്തിനുള്ള കട്ടിക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇനി വെള്ളം ചേർക്കുന്നില്ല. നിങ്ങളുടെ ആവശ്യത്തിന്, നിങ്ങൾ യൂസ് ചെയ്യുന്ന തൈരിനനുസരിച്ച് നിങ്ങൾ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക. ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ആവശ്യത്തിന് ഉപ്പ്, എരിവ് ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട്. ചില ഭാഗങ്ങളിൽ ചെറിയുള്ളി, കൊച്ചുള്ളിയും കൂടി ഇട്ടിട്ടാണ് സംഭാരം ഉണ്ടാക്കാറ്. പക്ഷേ എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മ എനിക്ക് ഉണ്ടാക്കി തരുന്നത് ഇങ്ങനെയാണ്. ഈ ഇട്ടിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ചിട്ടാണ്. വളരെ ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. ഈ ചൂട് കാലത്തൊക്കെ നമ്മുടെ ഹെൽത്തിനും എല്ലാത്തിനും വളരെ ഉപകാരപ്പെടുന്ന അല്ലെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡ്രിങ്കാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കും. അപ്പം ഞാനിവിടെ എടുത്തു വെച്ചിരിക്കുന്ന സെർവിങ് ഗ്ലാസ്സിലേക്ക് നമ്മുടെ സംഭാരത്തെ ഒഴിക്കുകയാണ്. ഇങ്ങനത്തെ ഒരു 4 ഗ്ലാസ്സിനുള്ള സംഭാരം എനിക്കിതിനകത്തു നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. കുറച്ചും കൂടെ മണ്ണിൻ്റെ ഗ്ലാസ് ആകുമ്പോൾ ഇച്ചിരി കൂടെ തണുപ്പും ഒരു പ്രത്യേക ഫ്ലേവറും ഒക്കെ ഇറങ്ങും. അപ്പം നമ്മുടെ സംഭാരം ഇവിടെ റെഡിയാണ്. നോക്കൂ, വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന സംഭാരം. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഫ്രണ്ട്സ്, ഭാവനാസ് ഫുഡ് ടേബിളിലെ എല്ലാ വീഡിയോസും എല്ലാവരും കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വിഭവമായിട്ട് ഇനിയും നമ്മൾ കാണുന്നത് വരേക്കും നന്ദി.